ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ഇത് ഗായത്രി. ഇനി ഇവളും ഇവിടെ കാണും, നിങ്ങളുടെ എല്ലാം തലപ്പത്ത്. പാർവണിയെ നോക്കിയായിരുന്നു അവസാന വാചകം പറഞ്ഞത്. ഗായത്രിയും പുച്ഛത്തോടെ അവളെ പാളി നോക്കുന്നുണ്ടായിരുന്നു. ധ്രുവ് ക്യാബിനിലേക്ക് തിരിച്ചു പോയതും എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി. അപ്പോൾ കണ്ടു പാർവണ കത്തുന്ന മിഴികളുമായി തൻ്റെ നേരെ നടന്നെടുക്കുന്ന ഗായത്രിയെ. മെല്ലെ അവളെ നോക്കി നിന്നു. അടുത്തെത്തും വരെ ദൃഷ്ടി മാറ്റിയില്ല. എത്രയൊക്കെ പറിച്ചു മാറ്റാൻ നോക്കിയിട്ടും ധ്രുവിൻ്റെ പുറകെ തന്നെയാണോടി നീ ഇപ്പോഴും? ഇത്തിക്കണ്ണി പോലെ. ഞാൻ ആരുടെയും പുറകെ വന്നിട്ടില്ല, വഴി മാറി കൊടുത്തിട്ടേയുള്ളൂ. അത് എന്നേക്കാൾ നന്നായി അറിയാവുന്നത് നിനക്കല്ലേ ഗായത്രി? എങ്കിൽ പോയിക്കോണം. എവിടേക്കെന്ന് വെച്ചാൽ ഇനി ഇവിടെ കാണരുത്. ധ്രുവ് എൻ്റെയാ. പേടിയുണ്ടോ ഗായത്രി നിനക്ക്? നിന്റെ കണ്ണിലുണ്ട് ഭയം. പേടിക്കണ്ട. എന്നീ മുറിച്ചു കളഞ്ഞ ബന്ധ ഇനി എൻ്റെ കൂടിച്ചേരൽ ഉണ്ടാവില്ല. ചവിട്ടിത്തുള്ളി പോകുമ്പോഴും ഉണ്ടായിരുന്നു ഒരു പുച്ഛച്ചിരി ഗായത്രിയുടെ ചുണ്ടിൽ. എത്രയൊക്കെ ധൈര്യം പുറത്തേക്ക് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ പൊട്ടിപ്പെണ്ണാണെന്ന് തിരിച്ചറിയുകയായിരുന്നു പാർവണ. ഏത് ലോകത്തായിരുന്നു കുറച്ചു നേരം അവൾ. പെട്ടെന്ന് എന്തോ ഓർത്ത് ഫോൺ എടുത്തു. കൃപ എന്ന പേരിലേക്ക് കോൾ ചെയ്ത് ഫോൺ ചെവിയോട് അടുപ്പിക്കുമ്പോൾ അറിഞ്ഞു കൈക്കൊപ്പം ഉള്ളം വിറക്കുന്നത്. കൃപ, ഞാൻ പാർവണയാ. ഓർക്കുന്നുണ്ടോ നീ എന്നെ? ആ, മറക്കോടി നിന്നെ. പിന്നെ പറ, എന്തൊക്കെയുണ്ട്? കുഞ്ചൂസ് എന്ത് പറയുന്നു? സുഖം. പിന്നെ നീ എന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നില്ലേ അവിടെ വേക്കൻസി ഉള്ള കാര്യം? ഇപ്പോഴും ഉണ്ടോ? വേക്കൻസി ഒക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് വട്ടുണ്ടോ പാർവണ? നിങ്ങളുടെ അവിടെ ഉള്ളതിൻ്റെ പാതി ഇവിടുത്തെ സാലറി. എല്ലാവരും അങ്ങോട്ട് ചാടാൻ നോക്കുമ്പോൾ നീ മാത്രം. എന്താടി, വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ, ഇവിടുത്തെ ജോലി ഭയങ്കര ടെൻഷനാ, അതാ. ടെൻഷൻ ഇല്ലാത്ത ജോലി എവിടെ ഉള്ള എൻ്റെ പൊട്ടിക്കാളി? വേക്കൻസി ഒക്കെ ഉണ്ട്, നാളെ പോരെ? ഞാൻ എല്ലാം പറഞ്ഞ് റെഡിയാക്കാം. താങ്ക്സ് ടാ, നാളെ കാണാം. ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും കണ്ടു ജിനി മുന്നിൽ. പറഞ്ഞു കഴിഞ്ഞോ? എന്നാൽ നാളെ തന്നെ അവിടെ ജോയിൻ ചെയ്തോ, അതോ ഇന്നോ? ജിനി മോളെ, ഞാൻ ആ പുതിയ വന്ന മാഡം നിന്നെ നോക്കി പഠിപ്പിക്കുന്നത് കണ്ടത് മുതൽ ഞാൻ നിന്നെ നോക്കി നടക്കുകയായിരുന്നു. പാർവണ തല താഴ്ത്തി. എല്ലാം അവൾ കണ്ടുവെന്ന് വ്യക്തമായിരുന്നു. ഞാനൊന്നും ചോദിക്കുന്നില്ല, പക്ഷെ സ്വന്തം നിലനിൽപ്പ് തന്നെ അവതാളത്തിലാക്കി ഈ ഒളിച്ചോട്ടം അത് വേണോ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ? ശരിയാണ്, നല്ല ശമ്പളം, ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മതി, കമ്പനി ബസ് കിട്ടും, ഫുഡ് എല്ലാം തരുന്നത് ഈ കമ്പനി മാത്രമേ ഉള്ളൂ. പോരാത്തതിന് താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തും. അവൾ പറഞ്ഞത് ശരിയാ ജിനി. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തവസ്ഥ? ഉള്ള ജോലി വിട്ടുകളയാൻ മാത്രം മോശമായ നിന്റെ അവസ്ഥ എന്താ? ഞാൻ എല്ലാം പറയാം, ഇപ്പോഴല്ല, പ്ലീസ്. ജിനി പിന്നെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. വേഗം അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു. വീട്ടിലെത്തിയപാട് അന്നമ്മച്ചേത്തിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെയും വാങ്ങി അവൾ മുറിയിലേക്ക് പോയി. ഒരക്ഷരമിണ്ടാതെ അവൾ പോകുന്നത് കണ്ട് എന്തു പറ്റിയെന്ന് അന്നമ്മച്ചേത്തി കണ്ണാൽ ജെനിയോട് ചോദിച്ചു. ജെനി തിരിച്ചു ഒന്നുമില്ലെന്ന് കണ്ണിറുക്കി കാണിച്ചു. കുഞ്ഞിനെയും കൊണ്ട് മുറിയിലെത്തി പാർവണ മുറിയുടെ വാതിൽ അടച്ചു. കുഞ്ചൂസിന്റെ മുഖം കാണുന്നേരം അവളുടെ ഉള്ളു പിടഞ്ഞു. നിന്റെ അച്ഛനെ കണ്ടടാ ഞാൻ. അമ്മയെ വേണ്ടാത്ത, എൻ്റെ പൊന്നിന് വേണ്ടാത്ത അച്ഛനെ. നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു ആ പാവം പെണ്ണ്. അവനെയും കെട്ടിപ്പിടിച്ച് കട്ടിലേക്ക് ചാഞ്ഞു. പാലിനായി അപ്പോഴേക്കും ആ കുസൃതി അവൻ്റെതായ രീതിയിൽ ഞീ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. വേഗം സാരി മാറ്റി അവനെ മാറോട് അടുപ്പിച്ചു അവൾ. ചെറിയൊരു മൂളലോടെ പാല് കുടിക്കുന്ന കുഞ്ചൂസിൻ്റെ തലയിൽ മെല്ലെ തഴുകി. അമ്മ മാത്രം മതി അമ്മയുടെ കുഞ്ചൂസിനെ. അമ്മയ്ക്ക് എൻ്റെ കുഞ്ചൂസും. ഉള്ളു നേറുമ്പോൾ മിഴികളാണ് പ്രതിഫലിക്കുന്നതെന്ന് പറയുന്നത് എത്ര ശരിയാ? എത്രയൊക്കെ കരയരുതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലും പലപ്പോഴും അവ തന്നെ ചതിക്കാറുണ്ട്. പാല് കുടിച്ച് തൃപ്തി വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിക്കായിരുന്നു കുഞ്ചൂസ്. നമുക്ക് ഓടി ഒളിക്കാം അല്ലേടാ വാവേ, അവർ ജീവിക്കട്ടെ അല്ലേ? അപ്പോഴും ഒന്നും മനസ്സിലാതെ അവൻ അവൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കുകയായിരുന്നു. രാവിലെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ശ്രദ്ധിച്ചെടുക്കുകയായിരുന്നു പാർവണ. പണ്ട് അവിടെ തന്നെ ജോലി ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രത്യേകം എടുത്തു വെച്ചു. അന്ന് പ്രസവത്തിനായി 9ാം മാസം ആരംഭത്തിൽ റിസൈനേഷൻ കൊടുക്കുമ്പോൾ അവിടുത്തെ MD അശോക് സാർ പറഞ്ഞിരുന്നു, ആത്മാർത്ഥതയുള്ള ചുരുക്കം ചില സ്റ്റാഫുകളിൽ ഒരാളെ താനെന്ന്, തിരിച്ചെപ്പോൾ വേണമെങ്കിലും വരൂ എന്ന്. ആ ഒരു ധൈര്യത്തിലാണ് ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന കൃപയെ വിളിച്ചത്. അവിടെ സംസാരിച്ചപ്പോഴേക്ക് അശോക് സാർ വരാൻ പറഞ്ഞു അത്രേ. ഇന്ന് അങ്ങോട്ടാ പോകുന്നേ. ഇറങ്ങാൻ നേരം ജിനി ഉണ്ടായിരുന്നു മുറ്റത്ത്. അത് തന്നെയാണോ പാറു തീരുമാനം? അതേ ജിനി, ഇനി എനിക്ക് വയ്യടാ. കുറെ പറയാനുണ്ട് നിന്നോട്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം, പോട്ടെ. ജിനിക്ക് പോവാനാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ചൂസിന്റെ കവളത്ത് ഒന്ന് മുത്തി ആ പെണ്ണ് നടന്നു നീങ്ങി. മാ എന്ന് പറഞ്ഞവൻ ചാടുന്നുണ്ടായിരുന്നു. എങ്കിലും രാവിലത്തെ പിരിയൽ അവൾക്ക് എന്നു മുതൽ ശീലമായിരുന്നു. ഓഫീസിൽ എത്തിയത് നേരെ കൃപയുടെ അടുത്തെത്തി. അവൾ തന്നെ കണ്ട് കണ്ണു വിടർത്തി. നീ പിന്നെയും ഭംഗി കൂടിയിട്ടാ. ഇനി എൻ്റെ കണ്ണ് തട്ടണ്ട. ഒന്ന് പോടി കളിയാക്കാതെ. ശരിക്കും പറഞ്ഞതാടി. നീ വാ, സാറിൻ്റെ അടുത്തേക്ക് പോവാം. അവർ രണ്ടുപേരും കൂടി അശോക് സാറിൻ്റെ ക്യാബിനിലെത്തി. വരൂ. സാർ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. കൃപ അവളെ അവിടെ ആക്കി തിരിച്ചുപോയി.
സാർ എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതൊന്നും വേണ്ടടോ. പിന്നെ പുതിയ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സെക്രട്ടറി സാർ നേരിട്ട് വരാമെന്നാണ് പറഞ്ഞത്. സാർ ദാ ഇപ്പോൾ എത്തും, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ശരി സാർ. അതാ സാറെത്തി എന്ന് പറഞ്ഞ് അശോക് സാർ എഴുന്നേറ്റ് നിന്നു. പാർവണിയും ഒപ്പം എഴുന്നേറ്റ് നിന്ന് നോക്കി. കണ്ടു നിറഞ്ഞ ചിരിയും അശോക് സാറിന് സമ്മാനിച്ച് നടന്നു വരുന്ന ശ്രീധ്രുവിനെ. ഇടയ്ക്ക് അവളെ പാളി നോക്കാനും അയാൾ മറന്നില്ല. അശോക് സാർ തന്നെ അയാളെ സ്വന്തം സീറ്റിലേക്ക് ആനയിച്ചു. വല്ലാത്ത വിജയച്ചിരിയോടെ സീറ്റിലിരുന്ന് ഒന്ന് കറങ്ങി. ധ്രുവ്. അശോക് സാർ പുറത്തേക്ക് പോയിരുന്നു. അപ്പോഴേക്കും തലതാഴ്ത്തി നിൽക്കുന്ന നിസ്സഹായ ആ പെണ്ണിൻ്റെ കണ്ണിൽ അന്നേരം തിളങ്ങുന്നുണ്ടായിരുന്നു 2 നീർത്തുള്ളികൾ. തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ കഥയെപ്പറ്റി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.